പോലെ സത്യത്തിൽ എൻ്റെ ഡെഡിക്കേഷൻ ടു മൈ വർക്ക് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. ഞാൻ പാടുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ആൾക്കാർക്ക് മാത്രമല്ല, നമുക്കും കൂടെ ആയിരിക്കണം. പാഷനറ്റാണ് ആൻഡ് അതിൽ ഞാൻ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ആ ഒരു സമയം വരുമ്പോൾ കുറേ പേര് എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ചേച്ചിമാർ, അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള ചേച്ചിമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിത്ര ചേച്ചിയുണ്ട്, സുജാ ചേച്ചിയുണ്ട്, രാധിക ചേച്ചി, ഇവരൊക്കെ ആയിട്ട് കൊച്ചിലെ തൊട്ട് ഞാൻ പ്രോഗ്രാംസ് അപ്പയുടെ കൂടെ ഇങ്ങനെ പ്രോഗ്രാംസിനൊക്കെ അവരൊക്കെ ഉള്ളപ്പോൾ ഞാൻ പാടി വരുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ പ്രൊഫഷണൽ സൈഡിൽ വരുമ്പോഴും എന്നെ അതേ മോനെ പോലെ തന്നെ അവർ കാണുന്നതും, ഔസേപ്പച്ചൻ അങ്കിളായാലും രാജാ സാറായാലും ഇവരൊക്കെ എന്നെ കൊച്ചിലെ തൊട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടും അവരിപ്പോഴും അങ്ങനെ ഒരു മോനെ പോലെയാണ് അവർ എന്നെ കാണുന്നത്. രാജാ സാറ് പിന്നെയും കുറേ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നെ കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് എന്നെ കാര്യങ്ങൾ പാടിപ്പിക്കുമ്പോഴൊക്കെ കുറച്ച് സ്ട്രിക്റ്റാണ്. എന്നെ അങ്ങനെ ഒരു ഇതിൽ നോക്കാറില്ല. അതെനിക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതേപോലെ തന്നെ ജയേട്ടനും എന്നെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഒരു സ്റ്റുഡിയോയിൽ ഒരു ടീച്ചർ ടു സ്റ്റുഡൻറ്റ് എന്നുള്ള പോലെ. എന്നാൽ അതേ സമയത്ത് വി ഹാവ് നല്ല ജോയ്ഫുൾ മൊമെൻറ്റ്സും ഉണ്ടാവും. ഞാൻ ഒരിക്കലും പക്ഷേ എല്ലാവരുടെ അടുത്തും ഒരേപോലെ ഇരുന്നിട്ടുള്ളൂ. കൊച്ചിലെ തൊട്ടായാലും ഇപ്പോഴും 10 വർഷം കഴിഞ്ഞാലും ഞാൻ അങ്ങനെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓഫ് കോഴ്സ് നമ്മുടെ വർക്ക് ഇതിലുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ കുറച്ചൊക്കെ ചില സ്ഥലത്ത് കാണിക്കേണ്ട സമയത്തുള്ള മെച്യൂരിറ്റിയൊക്കെ കാണിക്കണം എന്നുള്ളതല്ലോ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഇപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇനിയും കുറച്ചുകൂടെയും മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ആ ഒരു സിൻസിയറായിട്ട് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴേ ഞാനത് ചെയ്യുള്ളൂ. അതൊരു അഹങ്കാരമായിട്ടൊന്നുമല്ല പറയണം. പക്ഷേ എന്നാന്ന് വെച്ചാൽ അമ്മയൊക്കെ എപ്പോഴും പറയും പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ. എൻ്റെ ടൈമിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ പ്രോഗ്രാമിന് ചിലപ്പോൾ 1 മണിക്കൂർ മുമ്പായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ലിറിക്സ് നോട്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ഫീഡ് ചെയ്യുന്നത്. അതൊക്കെ ഇവർക്കൊക്കെ കാണുമ്പോഴത്തേക്കും ടെൻഷനും. അതായത് ഞാൻ സുജാ ചേച്ചിയും ചിത്ര ചേച്ചിയും ഒക്കെ എന്നെ ചീത്ത പറയാം, എന്നെ വഴക്ക് പറയാം, എപ്പോഴും ലാസ്റ്റ് മിനിറ്റാണ് എങ്ങനെയാണെന്നൊക്കെ. എൻ്റെ ആ സ്റ്റേജിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് വല്ല ഫെയിലിയർ ഉണ്ടായാൽ ഞാനത് റെക്ടിഫൈ ചെയ്യാൻ പിന്നെ ഞാൻ ശ്രമിക്കും. പക്ഷെ അതുകൊണ്ട് ഇതുവരെയ്ക്കും 1-2 സ്ലിപ്പ് അപ്സ് അവിടെ ഇവിടെയൊക്കെ, അതിപ്പോൾ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടും അത് ഉണ്ടാവാറുണ്ട്. സോ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മൈക്ക് ഓൺ ആവില്ല. ഇത് എല്ലാവർക്കും നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, നടക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു തിങ്കിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. സോ ഞാൻ പോസിറ്റീവ് തിങ്കിങ് ആയിട്ടും എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു രീതിയിൽ എൻ്റെ പ്രൊഫഷനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലും, എത്ര നാഷണൽ അവാർഡ് കിട്ടിയാലും, എത്ര നല്ല നല്ല പാട്ടുകൾ കിട്ടുമ്പോഴും നമ്മൾ ആ പാട്ടുകൾ, ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്ത് ഇപ്പം നല്ല നല്ല പാട്ടുകൾ തരുന്നുണ്ടെന്നുള്ള റെസ്പോൺസിബിലിറ്റിയും ഒരു എന്താ പറയുക സന്തോഷമാണ് ഞാൻ നോക്കുന്നത്. അതല്ലാണ്ട് എൻ്റെ മെച്യൂരിറ്റി കാരണമൊന്നുമല്ല അവർ തരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡിങ്ങിൽ ഇപ്പോഴും വളരെ എൻജോയ് ചെയ്ത് പാടാൻ പറ്റുന്ന സിറ്റുവേഷൻസിലൊക്കെ ഞാൻ വളരെ ഇതായിട്ട് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യും, എവിടെ ആയാലും, ആരുടെ സ്റ്റുഡിയോ ആയാലും. അതുകൊണ്ടാണ് മേ ബി ഇവൻച്വലി എൻഡ് പ്രോഡക്റ്റ്, ഞാൻ എന്തൊക്കെ തമാശ കാണിച്ചാലെന്ന് എൻഡ് പ്രോഡക്റ്റ് നന്നായിട്ട് വന്നാൽ പിന്നെ ഞാൻ മലയാളത്തിലാണോ എഴുതുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ എഴുതുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയിലാണോ എഴുതുന്നതെന്ന് ഇപ്പോൾ ആരും നോക്കാത്തതിനും കാരണം ചിലപ്പോൾ അതായിരിക്കും. എൻ്റെ കരിയറിൽ ആദ്യത്തെ 8 വർഷം ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല. പിന്നെ കോലക്കുഴൽ തുടങ്ങിയാണ് ആദ്യത്തെ അവാർഡ് കിട്ടുന്ന കോലക്കുഴലിന്. അത് ഈണം സ്വരലയുടെ ബെസ്റ്റ് സോങ് ഓഫ് ദി ഇയർ എന്നുള്ള പോലെ അതിലുള്ള വർക്ക് ചെയ്തുള്ള എല്ലാവർക്കും, ലിറിസിസ്റ്റ് തൊട്ട് സോങ് മ്യൂസിക് കമ്പോസർ, സിംഗേഴ്സ്. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് അവാർഡ് കിട്ടുന്നത്. സെക്കൻഡ് അവാർഡാണ് കേരള സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, പിന്നെ കേരള സ്റ്റേറ്റ് അവാർഡ്. സോ ആ വർഷം അങ്ങനെ 3 അവാർഡ് കിട്ടി. പിന്നെ കുറച്ച് പോപ്പുലർ അവാർഡ്സ് ആയിട്ടുള്ള ചില ചാനൽസിൻ്റെ പോപ്പുലർ അവാർഡ്സും കിട്ടി. അവിടുന്ന് പിന്നെയും പതുക്കെ എന്താ പറയുക, നല്ല ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ, എസ്പെഷ്യലി എം ജയചന്ദ്രൻ ചേട്ടൻ്റെ ചില നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടി. പിന്നെയും നല്ല നല്ല വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ്, അതുകൊണ്ട് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സും വിളിക്കാൻ തുടങ്ങി. പിന്നെയും കുറേ നാളങ്ങനെ ഓഫ് കോഴ്സ് പാട്ടുകൾ നല്ല ഹിറ്റ്സായി തുടങ്ങി. കഴിഞ്ഞ 2 വർഷത്തിൽ കുറേ പാട്ടുകൾ കുറച്ചുകൂടി നല്ല വലിയ ഹിറ്റാവാൻ തുടങ്ങി. അങ്ങനെ അണ്ണാരക്കണ്ണ, അല്ലെങ്കിൽ നീയാം തണലിന്,
അങ്ങനെ രതീഷ് വേഗായിട്ട് ഒരു കോമ്പിനേഷൻ തുടങ്ങി. സോ ഇതൊക്കെ അവാർഡ്സ് കാരണമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആവല്ലേ എന്നാണ് എൻ്റെ അങ്ങനെ ആയിരിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഞാനൊരു സിംഗറായെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഞാൻ അതിന് മുമ്പേ എത്രയോ പാട്ടുകൾ ഔസേപ്പ് ബച്ചൻ സാറിനും ഇളയരാജ സാറിനും ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാനൊരു പാട്ടുകാരനല്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു പാട്ടുകാരനായത് അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു നല്ല പാട്ടുകാരനായെന്നൊക്കെ പറയാനൊന്നും കാര്യമില്ല. ബട്ട് അങ്ങനെ ഒരു അറ്റൻഷൻ കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 2 പാട്ടിനും കൂടെയാണ്. അതുപോലെ തന്നെയാണ് വേറൊരു പോപ്പുലർ അവാർഡ് കിട്ടിയിരിക്കുന്നത് അതേ 2 പാട്ടുകൾക്ക് തന്നെയാണ്. അത് സ്പിരിറ്റിലുള്ള മഴ കൊണ്ട് മാത്രം എന്നുള്ള പാട്ടിനും അതുപോലെ അകലെയോ എന്നുള്ള പാട്ട് ഗ്രാൻഡ് മാസ്റ്ററിനും. സോ തീർച്ചയായിട്ടും ഒരു കണക്കിനൊരു വിഷമം ഉണ്ടെന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടേഴ്സായ ആ 2 പേർക്കും ശരിക്കും പറഞ്ഞാൽ വളരെ ഡിസേർവിംഗ് ആണ്. പക്ഷേ അതേ സമയത്ത് എൻ്റെ ഗുരു സ്ഥാനത്തുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ചേട്ടൻ എന്നുള്ള സ്ഥാനത്തുള്ള എനിക്ക് ആ ഒരു ഫസ്റ്റ് കേരള സ്റ്റേറ്റ് അവാർഡ് നൽകിയത് പുള്ളിയുടെ മ്യൂസിക്കിൽ കൂടെ ആയതുകൊണ്ട് ഈ 2ാമത്തെ പ്രാവശ്യം കിട്ടുമ്പോഴും പുള്ളിക്ക്, അതായത് എം ജെ ചന്ദ്രൻ ചേട്ടന് പിന്നെയും സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്നുള്ളത് സന്തോഷം കൂടെയും ഉണ്ട്. സോ ദീപകേട്ടനും അതുപോലെ ഷഹബാസ് അമനും അത്രയും നല്ല സോങ് എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടിയെന്നാണ് ശരിക്കും പറയേണ്ടത്. എനിക്കത് എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ അവർ മനസ്സ് വെച്ചതും അതിൻ്റെ ഡയറക്ടേഴ്സും രഞ്ജിത്തേട്ടനും ബി ഉണ്ണികൃഷ്ണനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഒക്കെ എന്നെ കൊണ്ട് പാടിപ്പിക്കാനൊക്കെ എല്ലാവരും അഗ്രി ചെയ്തുകൊണ്ടാണ് ഫൈനലി ഞാനത് പാടിയതും. പിന്നെ പാടുന്ന സമയത്ത് അവർ എനിക്ക് തന്ന, അല്ലെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടേഴ്സ് എനിക്ക് തന്ന കോൺഫിഡൻസ് കൊണ്ടാണ് അത്രയും സിൻസിയറായിട്ട് എനിക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. സോ അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആ മ്യൂസിക് ഡയറക്ടർ ഇനീഷ്യലി നമുക്ക് തരുന്ന കോൺഫിഡൻസാണ് നമുക്കുള്ള യഥാർത്ഥത്തെ അവാർഡ് എന്ന് പറയുന്നത് അതാണ്. എന്നുവെച്ചാൽ അപ്പോൾ ഷുവറായിട്ട് അതൊരു ഹിറ്റാവും അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറും എന്നുള്ളത് ഷുവറാണ്.